വാട്ടർ വാട്ടർ എവരിവെയർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. സാമുവൽ ടൈലർ കോളറിഡ്ജിൻ്റെ പ്രസിദ്ധമായ വരികൾക്ക് പ്രസക്തിയേറി വരുന്ന കാലമാണിത്. 71% വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ ദൗർലഭ്യം കൂടിക്കൂടി വരികയാണ്. ശുദ്ധജലത്തിനായുള്ള പോരാട്ടം 3ാം ലോക മഹായുദ്ധമായി മാറിയേക്കാമെന്ന് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുന്നു. അത്രയേറെ രൂക്ഷമാവുകയാണ് ശുദ്ധജലക്ഷാമം. ഈയൊരവസ്ഥയിലാണ് 2013 അന്താരാഷ്ട്ര ജലസഹകരണ വർഷമായി ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. ശുദ്ധജലത്തിൻ്റെ പ്രാധാന്യം, അത് ലഭ്യമാകുന്ന ഉറവിടങ്ങളുടെ സംരക്ഷണം എന്നിവ നാം മനസ്സിലാക്കണം. അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയരുന്ന വിഴിഞ്ഞത്തോട് ചേർന്ന് കിടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 61ാം വാർഡിൽപ്പെട്ട കോട്ടപ്പുറത്തെ കടൈക്കുളം കോളനി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം. ദാഹജലത്തിനായി ജനങ്ങൾ രാപ്പകൽ കാത്തിരിക്കുന്ന നാട്. വിവിധ പദ്ധതികളിലൂടെ ശുദ്ധജല വിതരണത്തിനായി സ്ഥാപിച്ച പൈപ്പുകൾ വെറും നോക്കുകുത്തികളാണിവിടെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, കത്താത്ത വഴിവിളക്കുകൾ. പക്ഷേ അതൊന്നും കടൈക്കുളത്തെ ജനങ്ങൾക്ക് പ്രശ്നമല്ല. അവർ ഒന്നേ ചോദിക്കുന്നുള്ളൂ: ഞങ്ങൾക്ക് വഴിയായിരുന്നാലും ഇരുട്ടായിരുന്നാലും ഞങ്ങൾ തപ്പിയെങ്കിലും ചെന്നെത്തിക്കളയും. പക്ഷെ നല്ല കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടണം. ഇത്രയും കിട്ടിയ ദൈവത്തിന് 1000 നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു കടമയാണ് ഗവൺമെൻറ്റോട് ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഞങ്ങൾ ഗവൺമെൻറ് ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ വേദനിക്കുന്നത് നിങ്ങളത് മനസ്സിലാക്കണം, കണ്ട് മനസ്സിലാക്കണം. നിങ്ങളറിയാതെ വേറെ ആരറിയാനാണ് ഞങ്ങളുടെ വേദനകളെ? ആര് കേൾക്കാൻ? ശുദ്ധജലം തേടി പരക്കം പായുന്ന സ്ത്രീകൾ, കുടങ്ങളും പാത്രങ്ങളുമായി വെള്ളത്തിനു വേണ്ടി നാട്ടിടവഴികളിലൂടെ നടന്നു പോകുന്ന കുട്ടികൾ. തലസ്ഥാന നഗരിയാണിതെന്ന് ഓർക്കണം നാം. കിണറ്റിൽ കോരാൻ പാകത്തിന് വെള്ളം ഊറിക്കൂടുന്നുണ്ടോ എന്ന് കുട്ടികൾ നോക്കിയിരിക്കുന്നത് ഈ ദേശത്തിൻ്റെ മാത്രം അപൂർവ കാഴ്ചയായിരിക്കും. ഈ വീട്ടിൽ രാവിലെ 8 മണിയാകുമ്പോൾ 100ഓളം കുടുംബങ്ങൾ ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരും. ഇവിടെ വന്നാൽ 100ഓളം കുടുംബത്തിന് വെള്ളം കിട്ടില്ല. കിട്ടുന്ന ഒരു 5-6 കുടുംബത്തിനെ വെള്ളം കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഇവിടെ കുടങ്ങളെ നിരത്തി വെച്ചിട്ട് വൈകിട്ട് 4 മണിയും പിറ്റന്ന് വരെയും കാത്തിരുന്ന് വെള്ളങ്ങൾ എടുക്കുന്നവരുണ്ട്. ഊറി വരുന്ന അനുസരിച്ച് ഓരോരുത്തർ വന്ന് ഈ 2 കുടം കോരി കൊണ്ടുപോകും. കടൈക്കുളത്ത് കുടിവെള്ളമില്ല. കുളിക്കാനും അലക്കാനും പാത്രം കഴുകാനും മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കും വെള്ളമെടുക്കുന്ന കരിമ്പള്ളിക്കര കുളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയം. കോളിഫാം ബാക്ടീരിയകളുടെ താവളം. രോഗങ്ങൾ പടരാൻ കാരണമാകുന്ന കോളിഫാം ബാക്ടീരിയ നിറഞ്ഞ നാറുന്ന മലീമസമായ വെള്ളമായിരുന്നു ഇതുവരെ ഈ നാട്ടുകാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേറെ വെള്ളമില്ല, പിന്നെന്തു ചെയ്യും? 2002-2003 4 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുളക്കടവാണിത്. കുളം വൃത്തിയാക്കിയിട്ട് കാലം എത്രയോ കഴിഞ്ഞു. നാറുന്ന വെള്ളം. ജനങ്ങൾ പലവട്ടം കരഞ്ഞു പറഞ്ഞിട്ടും വേണ്ടപ്പെട്ടവരുടെ കണ്ണു തുറന്നില്ല. ഈ അഴിയമാത്ത വെള്ളമാണ് ഞങ്ങൾ തുണി അലക്കാനും കുളിക്കാനും ചെയ്യണത്. ഈ വെള്ളം ഇല്ലാതെ വേറെ വെള്ളങ്ങൾ ഞങ്ങൾക്ക് കിട്ടാൻ നിവൃത്തിയില്ല. ഈ വെള്ളം ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര നാറ്റാണ് ഈ വെള്ളം. ഈ കിണർ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും ഇവിടെ വരുന്നില്ല. ഈ ഗ്രാമത്തിലെ ഒരു 10-100 വീടുകളോ ഉണ്ട്. ആ വീട്ടിലെല്ലാവരും ഈ വെള്ളത്തിലാണ് കുളിക്കുന്നതും പിറച്ചിലവ് ആവശ്യത്തിന് എടുക്കുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് കൊച്ചു പിള്ളേർക്ക് ശരീരത്തിൽ ചൊറിച്ചൽ പോലത്തെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വെള്ളത്തിൽ കുളിച്ചാണ് ഞങ്ങൾക്ക് ഇത് വന്നതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ സായി ഗ്രാമം വന്ന് ഇതിന് വെള്ളം പരിശോധിച്ച ശേഷമാണ് ഈ വെള്ളത്തിൽ ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്ന് എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അപ്പോഴാണ് മനസ്സിലായത് ഈ വെള്ളത്തിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ ചൊറിച്ചലും ഈ വല്ലാത്ത അസുഖങ്ങൾ വന്നത്. ലോറി വന്നു കഴിഞ്ഞാൽ 2 കുടം വെള്ളം 3 കുടം 10-25 രൂപയ്ക്ക് വെള്ളം എടുത്താണ് ഒരു വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതില്ലാതെ പണിക്ക് പോയിട്ട് വരുമ്പോൾ 25 രൂപ കിട്ടാത്ത ദിവസമുണ്ട്.
ഈ 25 രൂപ കൊടുത്ത് വെള്ളം എടുക്കുന്ന ടൈമിന് 25 രൂപ കിട്ടാതിരുന്നാൽ ആ വീട്ടിൻ്റെ ഗതി എന്താണെന്ന്. ടാങ്കർ ലോറികളിൽ എവിടെന്നോ കൊണ്ടുവരുന്ന വെള്ളം അത് ഏത് തരത്തിലുള്ള വെള്ളമാണെന്ന് പോലും അത് അന്വേഷിക്കാനോ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലാതെ ഇവർ ഒരു കുടം വെള്ളത്തിന് 3 രൂപ 5 രൂപ 2 രൂപ നിരക്കിൽ ഇവർ നേരത്തെ വെള്ളം എടുത്തുകൊണ്ട് ഇരുന്ന ഒരു അവസ്ഥ ഇവിടെയുണ്ട്. കുടിക്കാൻ വെള്ളമില്ല. ഈ അവസ്ഥയിൽ 5 രൂപ ചിലവ് ചെയ്ത് 2 കുടം വെള്ളം എടുക്കുകയാണെങ്കിൽ പിള്ളേരെ കുളിപ്പിച്ച് നഴ്സറിയിൽ വിടണം, അവർക്ക് കുളിക്കണം, മറ്റ് പ്രാഥമിക ആവശ്യത്തിന് വെള്ളം എടുക്കണം. എല്ലാത്തിനും ഈ കുടിവെള്ളം ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഇതുപോലെ കിണറുകളിൽ വെള്ളം ഉണ്ടായിട്ടും ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് ഇന്നുള്ളത്. ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഈ വെള്ളത്തിലാണ് കുളിക്കുന്നത്. ഭയങ്കര നാറ്റമാണ് ഇവിടുത്തെ വെള്ളം. വേറെ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഞങ്ങൾ കുളിച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്നത്. എത്രയോ വർഷങ്ങളായി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-30 വർഷത്തിൽ കൂടുതൽ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നു, പല പല വാഗ്ദാനങ്ങളും പറയുന്നു. അതുകൊണ്ട് ഒരു ജനങ്ങളെ വെട്ടികളാക്കിയിട്ട് പോകുന്നതില്ലാതെ ഇവിടെ കുടിവെള്ള ഇത് പദ്ധതി കൊണ്ടുവരുന്നില്ല. ശുദ്ധജലം എത്തിക്കുന്നതിലൂടെ ജലമാഫിയയ്ക്ക് ചാകരയായിരുന്നു. എന്നാൽ കടലിൽ ചാകരയില്ലാതെ വലയിൽ ഒരു കൂട മീൻ പോലും കിട്ടാതെ വലഞ്ഞപ്പോഴും പാവം കടലിൻ്റെ മക്കൾ ഓരോ കുടം കുടിവെള്ളത്തിനും പണം കൊടുത്തു. നിത്യേന ഉപ്പും മുളകും അരിയും പച്ചക്കറിയും മറ്റ് പലവ്യഞ്ജനങ്ങളും വാങ്ങുന്നത് പോലെ വില കൊടുത്ത് വെള്ളവും വാങ്ങുന്നു. കടൈക്കുളത്തെ ഈ അംഗൻവാടി കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ട വെള്ളം പോലും എത്രയോ കാലമായി വില കൊടുത്തു വാങ്ങുന്നു. ഞങ്ങൾ ഒരു ദിവസം 4-5 കുടം 6 കുടം വെള്ളം വരെ എടുക്കുന്നുണ്ട്. 2 പേരും വർക്കറും ഹെൽപ്പറും കൂടി ചേർന്നാണ് ഈ കുടിവെള്ളത്തിന് പൈസ ചിലവാക്കുന്നത്. ഇപ്പോൾ അത് ഒരു മാസത്തിൽ 1000 രൂപയിൽ കൂടുതൽ ഞങ്ങൾക്ക് ഈ വെള്ളത്തിന് ചിലവായി വരുന്നുണ്ട്. കുടിവെള്ളമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശുദ്ധജലം തന്നെയാണോ? നഗരത്തിൽ പൈപ്പ് പൊട്ടിയും പൊട്ടിച്ചും വെള്ളത്തിൻ്റെ ആറാട്ട് നടത്തുമ്പോൾ ഇവിടെ 61-ാം വാർഡിലെ അമ്മമാർ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിറ്റ് വെള്ളം നൽകാൻ വേഴാമ്പലുകളെ പോലെ കാത്തിരിക്കുകയായിരുന്നു. ഈ കാത്തിരിപ്പിനെ ശരിക്കും മുതലെടുത്തു ജലമാഫിയകൾ. ടാങ്കർ ലോറികളിൽ കുടിവെള്ളമെന്ന പേരിൽ വെള്ളം കൊണ്ടു കൊടുക്കുന്നു. ഇത് പുണ്യം കിട്ടാനൊന്നുമല്ല. അതിൻ്റെ പിന്നിൽ കുറേ കള്ളക്കണക്കുകളുണ്ട്. കുടിവെള്ളത്തിനായുള്ള കടൈക്കുളത്തിൻ്റെ വേദന കണ്ട് ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ഭാരവാഹികൾ ഇവിടെ എത്തി. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കടൈക്കുളം ജനകീയ ജലകൂട്ടായ്മയുണ്ടാക്കി. ചപ്പുചവറുകളും മാലിന്യങ്ങളും നിറഞ്ഞ കടൈക്കുളം പൊതുകിണർ വൃത്തിയാക്കി. ടാങ്കും പൈപ്പുകളുമെല്ലാം ചേർത്ത് പുതിയ കുടിവെള്ള വിതരണ പദ്ധതി ഉണ്ടാക്കി. നഗരത്തിനകത്താണ് വിഴിഞ്ഞം പ്രദേശവുമുള്ളത്. കോർപ്പറേഷൻ പരിധിക്കുള്ളിലാണ്. അവിടെ പൈപ്പ് വെള്ളമല്ല ആളുകൾ കുടിക്കുന്നത്, കിണറിലെ വെള്ളമാണ്. ഇതെങ്ങനെ ഗൗരവമായി പരിഹരിക്കാം അവിടുത്തെ ജലപ്രശ്നം എന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഇടപെടാൻ സായിഗ്രാം തീരുമാനിച്ചത്. അതിനാവശ്യമായ ശാസ്ത്ര സാങ്കേതിക സഹായം നൽകുക എന്നുള്ളതാണ് CCDU നിർവഹിച്ചത്. നിരവധി യോഗങ്ങൾ ചേർന്നു. ആളുകളുടെ സഹായത്താലും സായിഗ്രാമിൻ്റെ സാമ്പത്തിക സഹായത്താലുമൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടന്നു. കിണർ ശുചിയാക്കി, കുളം ശുചിയാക്കി, വൃത്തിയാക്കി, പമ്പ് വച്ചു, പൈപ്പ് ലൈൻ കൊടുത്തു, ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുകയാണ്. ഇന്ന് നിറഞ്ഞു തുളുമ്പുന്ന ശുദ്ധജലം. കോളനിയിലെ അമ്മമാരും കുട്ടികളുമെല്ലാം നിറസന്തോഷത്തിലാണിപ്പോൾ. പക്ഷേ ഈ കിണർ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിൽ നിന്നും ഒത്തിരി ചപ്പുചവറ് മാലിന്യങ്ങളൊക്കെ ഒത്തിരി നിക്ഷേപിച്ചിട്ടുള്ള ഒരു കിണർ തന്നെയാണ്. പക്ഷേ ഇന്ന് സായിഗ്രാം എന്ന് പറയുന്ന അറിയപ്പെടുന്നതായ സാറന്മാർ ഇതിനകത്ത് കയറി വന്നപ്പോഴത്തേക്കും ഈ ജലം ശുദ്ധിയാക്കി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം തരാമെന്നുള്ള വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകാരം തന്നെ സാർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഈ കിണറിനെ കുറിച്ചും ശുദ്ധീകരിച്ച് നല്ല ജലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. വിഴിഞ്ഞത്തെ ജനസംഘടനകളെയും ജനങ്ങളെയും സംഘടിപ്പിക്കുക, ഈ പദ്ധതിയുടെ പ്രാധാന്യം അവരെ മനസ്സിലാക്കിക്കുക, ഈ വിജയകരമായി പദ്ധതി നടപ്പിലാക്കുവാൻ സായിഗ്രാമിനെ സഹായിക്കുക എന്നുള്ള ഒരു ചുമതലയായിരുന്നു ശാന്തിഗ്രാമിനുണ്ടായിരുന്നത്. ശാന്തിഗ്രാമിൻ്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞത്തും പൂവാറും വെങ്ങാനൂരും നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി വിഴിഞ്ഞത്ത് രൂപീകരിക്കപ്പെട്ട വിഴിഞ്ഞം വികസന കൗൺസിലിലെ അംഗങ്ങളാണ് ഈ പരിപാടിക്ക്
നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ചുമതല എടുത്തത്. രണ്ട് അംഗൻവാടിയിലെയും കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിനും കുടിക്കുന്നതിനുമെല്ലാം വേണ്ടത്ര ശുദ്ധജലം. ഈ പദ്ധതി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളം ആവശ്യത്തിലേറെ തരുന്നുണ്ട്. ഡെയിലി ഒരു 5-6 കുടവും വെള്ളം കിട്ടും. ആ വെള്ളം കിട്ടുമ്പോഴത്തേക്കും മക്കൾക്ക് കുടിക്കാനും കഞ്ഞി വയ്ക്കാനും അതുപോലെ പച്ചക്കറികൾ ഉണ്ടാക്കാനും ഉപ്പുമാവ് ഉണ്ടാക്കാനും പിന്നെ ഈ എല്ലാത്തിനും കൂടെ നമുക്ക് നല്ലോണം വെള്ളം കിട്ടുന്നുണ്ട്. വരണ്ടുണങ്ങിയ മണ്ണിലേക്ക് പുതുമഴ പെയ്ത സന്തോഷം. നിറഞ്ഞു തുളുമ്പിയ കുടിവെള്ളക്കുടങ്ങളേന്തി സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നവർ, വെള്ളത്തിനായി സന്തോഷത്തോടെ ഓടിയെത്തുന്നവർ. മലീമസമായി കിടന്ന കരിമ്പള്ളിക്കര കുളം ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് ജനകീയ കൂട്ടായ്മയോടെ വൃത്തിയാക്കി. മാലിന്യങ്ങൾ നിറഞ്ഞു നാറുന്ന വെള്ളം വൃത്തിയാക്കി. ഇന്ന് മനസ്സമാധാനത്തോടെ കുളിക്കാം. പാത്രം കഴുകാനും അലക്കാനും ഈ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാം. സായി ഗ്രാമം കുടിവെള്ള പദ്ധതി ഒരു കൂട്ടായ്മയാണ്. സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, ഫിഷറീസ് വകുപ്പ്, പരിശുദ്ധ സിന്ധുയാത്രാ മാതാ ദേവാലയം, വിഴിഞ്ഞം വികസന കൗൺസിൽ, ശാന്തിഗ്രാം, കടൈക്കുളം ജനകീയ ജലകൂട്ടായ്മ, CDTP ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് നെയ്യാറ്റിൻകര, CCDU ജലവിഭവ വകുപ്പ് തുടങ്ങി എല്ലാവരും ചേർന്ന ഒരു സ്നേഹധാര. ഈ സായി ഗ്രാമം, ഈ ശാന്തിഗ്രാമം പോലുള്ള സന്നദ്ധ സംഘടന മുമ്പന്തിയിൽ വന്നതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അവരുടെ ശ്രമകരമായിട്ടുള്ള നല്ലൊരു മനസ്സ് കാണിച്ചതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. ജാതി മതഭേദമെന്ന എല്ലാവർക്കും ഇവിടെ കുടിവെള്ളം കൊടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമേ നമുക്കെല്ലാവർക്കും ഉള്ളത്. നല്ല മനസ്സ് കാണിച്ച ഈ സഹോദരങ്ങളെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയുള്ള കാലങ്ങളിൽ വീണ്ടും സായിഗ്രാം, ശാന്തിഗ്രാം, ഫിഷറീസ് വകുപ്പിൻ്റെയും പോളിടെക്നിക് ഇവരുടെ എല്ലാവരുടെയും സഹകരണവും വീണ്ടും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടവകയുടെ നിർലോഭമായിട്ടുള്ള സഹകരണവും സ്നേഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ആര് വന്നാലും ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ സ്വീകരിക്കും. പൊതുക്കിണർ വൃത്തിയാക്കിയതോടെ കുടിവെള്ളത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിച്ചു. ഒരു കുടം വെള്ളം വില കൊടുത്ത് വാങ്ങി കുടിക്കേണ്ടതില്ല. ഇതൊരു മാതൃകയാണ്. വിഴിഞ്ഞം കടൽ തീരത്തെ എല്ലാ ശുദ്ധജല സ്രോതസ്സുകളും കിണറുകളും കുളങ്ങളും വൃത്തിയാക്കിയാൽ കോളിഫാം ബാക്ടീരിയയും രോഗാണുക്കളുമില്ലാത്ത വെള്ളം കുടിക്കാം. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താം. വെള്ളത്തിനായുള്ള കണ്ണീരിനും പ്രാർത്ഥനയ്ക്കും ഫലപ്രാപ്തിയാകും. ഈയൊരു സന്തോഷത്തിൻ്റെ നിറക്കാഴ്ചകൾ വിഴിഞ്ഞം തീരത്ത് വേണ്ടുവോളം കാണാൻ കഴിയും. ഈ കാഴ്ചകളിൽ നിന്നും കോളറിഡ്ജിൻ്റെ വെള്ളം വെള്ളം സർവത്ര തുള്ളി കുടിപ്പാനില്ലത്ര എന്ന കവിത തിരുത്താം ഇങ്ങനെ: വെള്ളം വെള്ളം സർവത്ര കോരിക്കുടിക്കാൻ വേണ്ടത്ര.